ശ്രീകുമാർ, ചോദ്യം കോൺഗ്രസ്സാണ് ആദ്യം പ്രതികരിക്കേണ്ടത് എന്ന് തോന്നുന്നു. എന്താണ് ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കുമ്പോൾ ബി ജെ പിക്ക് ഗുണമാകുന്നു എന്ന കണ്ടെത്തലുകൾ ഓരോ ദിവസവും കൂടി വരുന്നുണ്ട്. അതിന് മറുപടി എങ്ങനെയാണ് കോൺഗ്രസിന് പറയാൻ സാധിക്കുക? ഇത് കേരളത്തിലെ മാത്രം ചോദ്യമാകില്ലല്ലോ. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുക കൂടി ചെയ്യുമ്പോൾ. ഡോക്ടർ ലാല്, താങ്കളുടെ ഈ ഇപ്പോൾ നടത്തിയ ആമുഖത്തിലെ പരാമർശങ്ങൾ ആലപ്പുഴയിലും വടകരയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കും. പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ രാജ്യസഭയിൽ രാജസ്ഥാനിൽ നിന്നും കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള കെ സി വേണുഗോപാലിന്റെ സീറ്റ് ഒഴിഞ്ഞാൽ അവിടെ ബി ജെ പി ജയിക്കും. പാലക്കാട് ഷാഫി പറമ്പിൽ വടകരയിൽ ജയിച്ചാൽ പാലക്കാട് നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കും. ഇതാണ് സി പി എമ്മിന്റെ മനസ്സിലിരിപ്പ്. ഇതിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞത് കെ മുരളീധരനെ തൃശ്ശൂർക്ക് മാറ്റിയത് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനാണെന്ന്. അപ്പൊ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ കെ മുരളീധരനെ തൃശ്ശൂർക്ക് മാറ്റി. അതാണ് ബി ജെ പി പറയുന്നത്. അപ്പൊ ബി ജെ പി നിങ്ങളെ കണക്കാക്കിയിട്ടില്ലാണ്, നിങ്ങളുടെ സഖ്യകക്ഷിയായിട്ടാണ് അവർ കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഡോക്ടർ ലാല് ഈ പറയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ വളരെ ഇമ്പമുള്ളതും അതുപോലെ തന്നെ രസകരവുമാണ്. ഇവിടെ കോൺഗ്രസ് ഇത്തവണ സി പി എമ്മിന്റെ അജണ്ടയ്ക്ക് പിന്നാലെ പോയില്ല. നമ്മൾ ഈ ചർച്ചയിൽ ഇപ്പം ഞാനത് പറയുന്നത് ഞാൻ കോൺഗ്രസിന്റെ വക്താവൊന്നും അല്ലാത്തതുകൊണ്ടാണ്. ബി ജെ പി കോൺഗ്രസ് ബന്ധം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണി കൊണ്ടുവരുന്ന അജണ്ട. എന്ന് വെച്ചാൽ അവർക്ക് കേരളം ഭരിക്കുന്നവരാ, പക്ഷെ അവർക്ക് ഭരണ നേട്ടങ്ങളില്ല. ജനങ്ങൾക്ക് പട്ടിണി, റേഷനില്ല, സപ്ലൈകോ സാധനങ്ങളില്ല, ശമ്പളമില്ല, ക്ഷേമ പെൻഷനില്ല, കുട്ടികൾക്ക് സുരക്ഷയില്ല, വീട്ടമ്മമാർക്ക് സുരക്ഷയില്ല, വിദ്യാർത്ഥികൾക്ക് സുരക്ഷയില്ല. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. അതാണ് യു ഡി എഫിന്റെ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം. അല്ല, ഇവിടെ ശ്രീകുമാർ, നമ്മൾ ഈ അജണ്ട മാറിപ്പോകരുത്. അതായത് ഇതൊരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ല എന്നുള്ളത് അങ്ങേക്കറിയാം. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഡൽഹി പിടിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ബി ജെ പി അവിടെ അധികാരത്തിലേക്ക് വീണ്ടും കൊണ്ടുവരരുത് എന്നുള്ളതാണ് വലിയ ചോദ്യം. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ മുന്നണി പോലും രൂപീകരിക്കപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതൊക്കെ താങ്കൾക്കറിയാം. അതിനിടയിൽ ഇവിടുത്തെ സപ്ലൈകോയിലെ കാര്യങ്ങളും ഈ പ്രാദേശിക വിഷയങ്ങളൊക്കെ താങ്കൾ കൊണ്ടുവരുന്നത് സി പി എമ്മിന് ഇട്ട് രണ്ട് അടി കൊടുക്കുക, അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെങ്കിൽ ആ ചോദ്യം ഉയർത്തുന്നവരെ ഇടത് അനുകൂലികളാക്കി മാറ്റിക്കൊണ്ട് അവരെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതൊക്കെ താങ്കളുടെ ഭാഗമാകാം. അതവിടെ നിൽക്കട്ടെ. അതല്ലല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇതിനകത്ത് കോൺഗ്രസ്സിന് ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക് പോലും മറുപടി കൊടുക്കണം, അവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് മറുപടി കൊടുക്കണം, രാജ്യത്തെ ജനങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി എന്തിനാണ് സി പി എമ്മിനെ എതിർത്തുകൊണ്ട്, സി പി ഐയെ എതിർത്തുകൊണ്ട് ബി ജെ പിയെ എതിർക്കാതെ, താമരയ്ക്കെതിരായി പോരാടാതെ, അമേഠിയിൽ പോയി മത്സരിക്കാതെ വയനാട്ടിൽ തന്നെ വീണ്ടും ഇത്തവണയും വന്നിരിക്കുന്നത് എന്നത് ഒരു പ്രധാന ചോദ്യമാണ്. താങ്കൾ അതിനാണ് ഉത്തരം ആദ്യം പറയേണ്ടത്. രണ്ടാമത്, കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ സി പി എം അതുകൊണ്ട് അവിടെ കോൺഗ്രസ് ജയിക്കുന്നു എന്ന് അംഗീകരിച്ചിരിക്കുന്നു എന്ന് താങ്കൾക്കൊരു സമാധാനം കിട്ടുമെങ്കിൽ പറഞ്ഞുകൊള്ളൂ. പക്ഷേ ആ ചോദ്യം അവിടെയുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം ആവശ്യമുണ്ട്. അഥവാ കെ സി വേണുഗോപാൽ അദ്ദേഹം മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ, ആ ജയിക്കാനാണല്ലോ എല്ലാവരും മത്സരിക്കുന്നത്. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ ആളുകളോട് പറയേണ്ടത് അങ്ങനെയാണല്ലോ, ഞാൻ ജയിച്ചാൽ രാജസ്ഥാനിലെ എൻ്റെ രാജ്യസഭാ സീറ്റ് ഞാൻ രാജിവെക്കും. അങ്ങനെ രാജിവെച്ചാൽ രാജ്യസഭയിലെ രാജ്യസഭാ സീറ്റ് അപ്പോൾ കിട്ടാൻ പോകുന്നത് ബി ജെ പിക്കാണ്. അങ്ങനെ വന്നാൽ രാജ്യസഭയിൽ ഇപ്പോൾ തന്നെ മുമ്പിലെത്താൻ നിൽക്കുന്ന ബി ജെ പിക്ക് ഒരു സീറ്റ് കൂടെ കിട്ടി വളരെ അടുത്തേക്ക് എത്തുന്നു, മേൽക്കൈ കിട്ടാൻ പോകുന്നു. ആര് കാരണം? കെ സി വേണുഗോപാൽ കാരണം, കോൺഗ്രസ് കാരണം. ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. ഈ രണ്ട് പ്രധാന ദേശീയ ചോദ്യങ്ങൾക്ക് ഉത്തരം അങ്ങ് പറയും. ആദ്യത്തെ തന്നെ പറയാം. അതായത് ഇതൊരു ചർച്ച എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് മുമ്പിൽ നടത്തുന്ന ചർച്ചയാണ്. ഇവിടെ രണ്ട് മുന്നണികൾ തമ്മിലാണ് മുഖ്യ മത്സരം, എൽ ഡി എഫും യു ഡി എഫും. അതിന് രണ്ട് മുന്നണികൾക്കും അജണ്ടയുണ്ട്. ബി ജെ പിക്ക് ഒരു അജണ്ടയുണ്ട്. ബി ജെ പിയുടെ അജണ്ട കോൺഗ്രസിനെ തോൽപ്പിക്കുക, എൽ ഡി എഫിന്റെ അജണ്ട കോൺഗ്രസിനെ തോൽപ്പിക്കുക. യു ഡി എഫിന്റെ ആവശ്യം എൽ ഡി എഫിനെയും ബി ജെ പിയെയും തോൽപ്പിക്കണം. അപ്പൊ അതുകൊണ്ടാണ് കേരള ഗവൺമെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇനി താങ്കൾ വരുന്ന ചോദ്യങ്ങൾ,
രാഹുൽ ഗാന്ധി വയനാട് MP ആണ്. വയനാട് MP വീണ്ടും വയനാടിൽ മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ അദ്ദേഹം വന്നപ്പോൾ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ പറഞ്ഞു മത്സരിക്കാൻ വരരുത് എന്ന് പറഞ്ഞു. അതിന്റെ കാരണം മനസ്സിലായി. കാരണം 20-19 UDF ജയിച്ചു. അപ്പോൾ അതിന്റെ കാരണം അന്ന് മനസ്സിലായി. ഇന്ന് അവിടുത്തെ സ്ഥാനാർത്ഥി ശ്രീമതി ആനി രാജ, അവരെ ദേശീയ തലത്തിൽ BJP എതിർക്കുന്ന ഒരു വനിതാ നേതാവാണ്. ആ വനിതാ നേതാവ് ഇന്ന് പറയുകയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ പാടില്ലായിരുന്നു. കാരണം അവിടെ മത്സരിക്കുന്നത് CPI ആണ്. LDF ആണ് ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ശരി, വയനാട് രാഹുൽ ഗാന്ധിയാണ് MP എന്ന് CPI മറന്നുപോയോ? എന്താണ് ജാഗ്രത കുറവുണ്ടായത് പാർട്ടി ഭാഷാപ്രകാരം? അവിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച് ജയിച്ച MP ആണ്. ആ MP അവിടെ തന്നെ വീണ്ടും മത്സരിക്കും എന്ന് എന്തുകൊണ്ട് CPIക്ക് ആലോചിക്കാൻ ബുദ്ധി വന്നില്ല? അല്ല, അത് കഴിഞ്ഞ തവണ തന്നെ ഇടതുപക്ഷം പറഞ്ഞതാണല്ലോ. കഴിഞ്ഞ തവണ തന്നെ ഇടതുപക്ഷം പറഞ്ഞതാണല്ലോ, വയനാട്ടിൽ മത്സരിക്കുന്നത് കൊണ്ട് എന്താണ് ദേശീയ തലത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഇമേജ് എന്നുള്ളത്. അത് ഇത്തവണ മാറിയോ? ഇത്തവണയും BJP എതിർക്കാൻ പറ്റാത്ത കോൺഗ്രസ് നേതാവ് എന്നല്ലേ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുന്നത്? അദ്ദേഹത്തിന് അമേഠിയിൽ മത്സരിക്കാൻ ധൈര്യക്കുറവുണ്ട്, അത് പേടിച്ചാണ് വയനാട്ടിലേക്ക് ഓടിയെത്തിയിരിക്കുന്നത് എന്നല്ലേ ഇപ്പോഴും പറയുന്നത്? അത് മാറ്റിയെടുക്കാൻ കോൺഗ്രസിൻ്റെ ലക്ഷ്യം BJP അധികാരത്തിലേക്ക് വരരുത് എന്നാണെങ്കിൽ, മുഖ്യ ശത്രു BJP ആണെന്ന് രാജ്യം മുഴുവൻ പറഞ്ഞു നടക്കുന്ന കോൺഗ്രസിന് തെളിയിക്കാൻ കിട്ടിയൊരു അവസരമാണല്ലോ. അത് ഇത്തവണയും മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. രാജ്യം മുഴുവൻ പിണറായിക്ക് ഉത്തരം കൊടുക്കുക അല്ലല്ലോ കോൺഗ്രസ് ചെയ്യുന്നത്. അല്ല ഡോക്ടർ ലാലേ, അതായത് നമ്മളൊരു സാധാരണ CPMന്റെ പ്രാദേശിക നേതാവ് ഒക്കെ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പേടിച്ചോടി ഒളിച്ചോടി എന്നൊക്കെ പറയാം. നമ്മളിതൊരു ഗൗരവകരമായ ചർച്ചയാണ് ഞാൻ പറയുന്നത്. അതിൽ നല്ല രാഷ്ട്രീയമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. KC വേണുഗോപാൽ ആലപ്പുഴത്തെ മുൻ MP-യും കേന്ദ്രമന്ത്രിയുമായിരുന്നു അവിടെ നിന്ന് തന്നെ. രാഹുൽ ഗാന്ധി വയനാട് MP ആണ്. ഒരു കോൺഗ്രസ് നേതാവും ചോദിച്ചില്ല CPM എന്തിനാണ് ഇന്ന സ്ഥാനാർത്ഥികളെ ഇന്ന സ്ഥലത്ത് നിർത്തിയതെന്ന്. അത് ആ പാർട്ടിയുടെ കാര്യമാണ്. അതുപോലെ കോൺഗ്രസിന്റെ കാര്യമാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥികളോട് മത്സരിക്കണം. ഇത് CPM ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ശ്രീകുമാർ. CPIM ഇങ്ങനെ ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല. ഇതെന്റെ ചോദ്യമാണ്. ഇത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നതാണ്. ജനങ്ങളുടെ ഒരു വിഭാഗത്തിന്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് കോൺഗ്രസ് മറുപടി പറയേണ്ടതുണ്ട്. അവിടെ BJPക്കാണ് നേട്ടം എന്നതാണ് പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ. ഇവിടെ എല്ലായിടത്തും വയനാട്ടിൽ BJP എതിർക്കാത്ത രാഹുൽ ഗാന്ധി നേട്ടമുണ്ടാക്കി കൊടുക്കുന്നത് BJPക്കാണ്. ആലപ്പുഴയിൽ രാജ്യസഭാ സീറ്റ് ത്യജിച്ചു വരുന്ന KC വേണുഗോപാൽ നേട്ടമുണ്ടാക്കി കൊടുക്കുന്നത് രാജസ്ഥാനിലൂടെ രാജ്യസഭയിൽ ഇപ്പോൾ 1-2 സീറ്റ് കൂടെ നേടി മുമ്പിലെത്താൻ ശ്രമിക്കുന്ന BJPക്കാണ് നേട്ടമുണ്ടാക്കി കൊടുക്കുന്നത്. വടകരയിൽ ഇൻഡയറക്റ്റായി പാലക്കാട്ടെ ഒരു MLA വന്ന് മത്സരിക്കുകയാണ്. പാലക്കാട് കഴിഞ്ഞ തവണ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അങ്ങേക്ക് അറിയാമല്ലോ. അവിടെ BJP 2ാം സ്ഥാനത്തെത്തിയ നിയമസഭാ സീറ്റാണ് പാലക്കാട് മണ്ഡലം. ആ മണ്ഡലത്തിൽ വീണ്ടും BJPക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാക്കി കൊടുക്കാൻ കോൺഗ്രസ് എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത് എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യമൊന്നും CPM ചോദിക്കുന്നില്ല. ചോദിക്കുന്നോന്ന് എനിക്കറിയില്ല. അത് CPM പ്രതിനിധിയോട് ചോദിക്കാം. എൻ്റെ ചോദ്യം താങ്കളോടാണ്. CPM ചോദിച്ചിട്ടുണ്ട്. ലാലല്ല ചോദിച്ചത്, CPM ആണ് ചോദിച്ചത് എന്തിനാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നത് എന്ന്. അതിന്റെ ഉത്തരം പറഞ്ഞു. പാലക്കാട് BJPയെ തോൽപ്പിക്കാൻ പറ്റിയ സംഘടന കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഷാഫി പറമ്പിൽ അവിടെ ജയിച്ചത്. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന, അതായത് നമ്മൾ ഈ സംസാരിക്കുമ്പോൾ 2 മുന്നണികൾ തമ്മിലല്ലേ ഡോക്ടർ ലാൽ മത്സരിക്കുന്നത് കേരളത്തിലെ? 3ാം മുന്നണിയാണ് NDA എന്ന് പറയുന്നത്. 2 മുന്നണികൾ മത്സരിക്കുമ്പോൾ LDF UDF സ്ഥാനാർത്ഥികളെ നിർത്തും. അതിൽ UDFന്റെ സിറ്റിംഗ് എംപിമാരെല്ലാവരും മത്സരിക്കുകയാണ്, പ്രതാപൻ ഒഴിച്ച്, തൃശ്ശൂർ ഒഴിച്ച്. അപ്പോൾ അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ മത്സരിക്കാൻ പാടില്ല എന്ന് അല്ല, അത് തോറ്റതല്ലേ, അവിടെ തോറ്റുപോയതല്ലേ കേരളത്തിലെ ഏക അവിടെയാണല്ലോ. എന്റെ ലാലെ, സിറ്റിംഗ് MP എന്ന് വെച്ചാൽ ജയിച്ച സ്ഥലത്തുള്ള MPമാരെന്നല്ലേ അർത്ഥം. ആലപ്പുഴ സിറ്റിംഗ് MP ഇല്ല. അവിടെ ആ ചർച്ച അവിടെ വിടുക. അവിടെ തോറ്റുപോയി കോൺഗ്രസ്. അതാണല്ലോ 19 സീറ്റ് കിട്ടിയത്. അവിടെ ഇത്തവണ ആരിഫ് നിൽക്കുമ്പോൾ KC വേണുഗോപാൽ എതിരായിട്ട് മത്സരിക്കുന്നു. BJP വയനാട് സ്ഥാനാർത്ഥിയുണ്ട്. അവിടെ രാഹുൽ ഗാന്ധിക്ക് BJPയുടെ പിന്തുണയില്ല. വയനാട് BJP സ്ഥാനാർത്ഥിയുണ്ട്, ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥിയുണ്ട്. എന്താ സംശയം? കഴിഞ്ഞ തവണ ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണനായിരുന്നു. ഓർമ്മയുണ്ടല്ലോ, കോൺഗ്രസിൽ നിന്ന് പോയാളാ. അവിടെ തോറ്റുപോയി കോൺഗ്രസ്. ഇത്തവണ അവിടെ KC വേണുഗോപാൽ വന്ന് മത്സരിക്കുന്നു. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കേരളീയനാണ്, ആലപ്പുഴയിലത്തെ മുൻ MP ആണ്. ഇവിടെ കോൺഗ്രസിന് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയാം. പക്ഷെ CPM എന്താ പ്രശ്നം എന്ന് വെച്ചാല് ചോദ്യങ്ങൾ ഉണ്ടാക്കുകയാണ്.
ഇതിപ്പോ CPM നേതാക്കളെല്ലാം ഇന്ന് പറയുന്നത് കോൺഗ്രസ് BJP-യിലേക്ക് പോകും, കോൺഗ്രസ് BJP-യിലേക്ക് പോകും. ആ അജണ്ടയുടെ പിന്നാലെ പോവില്ലെന്നാണ് ഞാൻ അല്ല, അത് പറയുന്നത്. പോയി കഴിഞ്ഞല്ലോ. ജനകീയ വിഷയങ്ങൾ CPM പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നത്തെ ദിവസം അവധിയുണ്ട്, ഇന്നത്തെ ദിവസം എൻ്റെ മുമ്പിൽ കണക്കുകളില്ല. ഇന്നലെ പത്മനാഭ വേണുഗോപാലുണ്ട്, മറ്റു പലരുടെയും പേരുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ട്. ഇന്ന് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് പലരും വരുമെന്ന് BJP തന്നെ പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. എൻ്റെ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. KC വേണുഗോപാൽ രാജസ്ഥാനിൽ എന്ത് മാജിക്കാണ് കാണിക്കാൻ പോകുന്നത്? അത് മറന്നുപോയി, ഞാൻ മറന്നുപോയതാണ്. അതായത് രാജസ്ഥാനിൽ നിന്ന് KC വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിച്ചാൽ, രാജ്യസഭാ അംഗത്തെ രാജിവെച്ചാൽ അവിടെ കോൺഗ്രസിന് ജയിപ്പിക്കാനുള്ള അംഗബലം ഇപ്പോഴുണ്ട് രാജസ്ഥാനില്. മനസ്സിലായോ? അവിടെ കോൺഗ്രസ് ആണ് ശക്തമായ ഒന്നാമത്തെ പ്രതിപക്ഷം. BJP ഭരിക്കുന്നുള്ള ശരിയാണ്. അവിടെ രാജസ്ഥാനിൽ ഒരു കോൺഗ്രസ് MP-യെ ജയിപ്പിക്കാനുള്ള ഇപ്പോഴും ഉണ്ട്. യാതൊരു സംശയം വേണ്ട. ഇപ്പൊ സോണിയാഗാന്ധി ഒരാളെ ജയിപ്പിച്ചു വിട്ടല്ലോ, അത് ഇനി ഉണ്ട് അവിടെ. അതവിടെ നിൽക്കട്ടെ. ഇതിനേക്കാൾ ശക്തിയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഹിമാചൽ പ്രദേശിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ നടന്നപ്പോൾ, രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ആരാ ജയിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അവിടെ MLA-മാർ കോൺഗ്രസിനായിരുന്നു കൂടുതൽ. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അല്ല, അവിടെയാണ് കാര്യം. അതാണ് CPM. BJP-ക്കെതിരെ കോൺഗ്രസ് പറയുന്നത് എന്താണ്? പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ തകർക്കരുത്. ഇതാണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസ് പച്ചയായിട്ടാണ് പറയുന്നത്. അവർക്ക് പണമുണ്ട്, അവർക്ക് ബോണ്ട് വഴി 10,000 കോടി രൂപ അവരുടെ കയ്യിലുണ്ട്. മനസ്സിലായല്ലോ? ബാക്കി എല്ലാം കൂടെ വളരെ നിസ്സാര തുകയാ ബാക്കി എല്ലാം കൂടെ ഉള്ളൂ, CPM ഉൾപ്പെടെ. അപ്പൊ കോൺഗ്രസിന് പണമില്ല. അപ്പൊ പണം കൊണ്ട് MLA-മാരെ വിലയ്ക്ക് വാങ്ങുന്നത് എതിരാണ് കോൺഗ്രസിന്റെ പോരാട്ടം. ഈ പണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ, സ്വന്തം MLA-മാർ ഈ പണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പോകുന്നവരാണ് എന്ന് കോൺഗ്രസിന് അത്ര ഉറപ്പുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവരെയൊക്കെ വീണ്ടും ജയിപ്പിച്ചു വിടുക? ഈ കോൺഗ്രസ്സുകാരെയൊക്കെ MP-മാരും MLA-മാരും എങ്ങനെ ആക്കും? പണം കണ്ടു കഴിഞ്ഞാൽ അവർ പോകില്ലേ, താങ്കൾ ഈ പറഞ്ഞ യുക്തിയാണെങ്കിൽ? ഡോക്ടർ ലാലെ, എൻ്റെ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട്. അതെനിക്ക് ഫോണിലായൊന്നും വായിക്കാൻ പറ്റില്ല. CPM-ൽ നിന്നും പോയവര്, CPM-ന്റെ കോൺഗ്രസ്സുകാർ പോയിട്ടുണ്ട്, ഇന്നും പോയിട്ടുണ്ട്. അത് നമ്മൾ ഒളിച്ചു വെക്കേണ്ട, ഇന്നും പോയിട്ടുണ്ട്. പ്രമുഖരായ പലരും ഇന്നും പോയിട്ടുണ്ട്. ബംഗാളും ത്രിപുരയും CPM ഒന്നടക്കം BJP ചേർന്നു. ബംഗാളിലത്തെ പ്രമുഖനായ MLA ഇന്ന് CPM-ന്റെ പ്രമുഖനായ MLA ഇന്ന് BJP MP ആണ്. ഒരു 10, 25, 30 പേരുടെ ലിസ്റ്റ് ഞാൻ തരാം. അത് എൻ്റെ ഈ ഫോണിലാണ് കിടക്കുന്നത്. പറയുമ്പോൾ ഒരു ആവേശത്തിന് താങ്കൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. CPM-ന്റെ ഇപ്പൊ ഈ പത്മനാഭ വേണുഗോപാൽ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ MP-മാരായിരിക്കുമ്പോൾ തന്നെ അവർ BJP-ക്ക് വോട്ട് ചെയ്യുന്നത് പോലെ, BJP-യിലേക്ക് പോകുന്നത് പോലെ, മുൻ മുഖ്യമന്ത്രിമാരായ കോൺഗ്രസ്സുകാരൊക്കെ BJP-യിലേക്ക് പോയതുപോലെ അവർ നിലനിൽക്കുന്ന കോൺഗ്രസ്സുകാരെന്നുള്ള നിലയ്ക്ക് തന്നെ നിൽക്കുമ്പോൾ തന്നെ എടുത്തങ്ങ് പോകുന്നവരല്ലല്ലോ ഇപ്പുറത്തെ CPM-ൽ പറയുന്നത്. അവിടെ പുറത്താക്കിയവരോ അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ടിയിൽ സജീവമല്ലാത്തവരോ ഒക്കെ അങ്ങനെ പലരും പോയിട്ടുണ്ടാകാം. അതല്ലല്ലോ ഇവിടുത്തെ ചർച്ചാ വിഷയം. ഇപ്പോൾ N. ശ്രീകുമാർ, ഇക്കാര്യത്തിൽ ഇപ്പോൾ താങ്കൾ ഇപ്പോഴും പറയുന്നത് രാജസ്ഥാനിൽ KC വേണുഗോപാൽ പോയാലും അവിടെ വീണ്ടും കോൺഗ്രസ് തന്നെ ജയിച്ചു വരും. അതുപോലെ രാഹുൽ ഗാന്ധി അവിടെയും ഒരു ചെറിയ BJP നേതാവിനെയെങ്കിലും അവിടെയും എതിർക്കുന്നുണ്ട് വയനാട്ടിൽ. അതുകൊണ്ട് BJP-ക്കെതിരെ തന്നെയാണ് മത്സരം. ഇനി വടകരയിലെ കാര്യം കൂടി ഒന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അടുത്ത ഇതിലേക്ക് പോവാം. പാലക്കാട് വടകരയിലെ CPM-ന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന വടകര. ഒരുപാട് CPM-ന്റെ പ്രമുഖ നേതാക്കൾ വിജയിച്ച വടകരയിലെ CPM ഇപ്പൊ തോറ്റു കിടക്കുകയാണ്. അവിടെ കോൺഗ്രസിന്റെ MP ആയിരുന്ന K. മുരളീധരൻ, അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ആണല്ലോ മാറ്റുന്നത്. അപ്പൊ അദ്ദേഹം BJP-യുടെ ശക്തമായ പോരാട്ടം നടക്കുന്നു എന്ന് അവർ പറയുന്ന തൃശ്ശൂരിൽ K. മുരളീധരൻ വരുന്നു തോൽപ്പിക്കാൻ. വടകരയിലെ ഇടതുപക്ഷത്തെ മലർത്തിയടിച്ചതുപോലെ തൃശ്ശൂരിലെ അവർ പറയുന്ന 2 സീറ്റ് നിങ്ങളും പറയുന്നുണ്ടല്ലോ, BJP പറയുന്നത്. താങ്കൾ വടകരയിൽ നിന്ന് നേരെ തൃശ്ശൂരിലേക്കാണ് എത്തിയത്. എന്റെ ചോദ്യം അതായിരുന്നില്ല. പാലക്കാട്ടിൽ നിന്ന് എന്തിനാണ് ഒരാളെ അവിടുത്തെ MLA പിടിച്ചുകൊണ്ടുപോയി വടകരയിൽ നിർത്തി MP ആക്കാൻ നോക്കുന്നത് എന്നതായിരുന്നു. ആ പാലക്കാട്ടുണ്ടാകുന്ന BJP-യുടെ പ്രതീക്ഷയ്ക്ക് കോൺഗ്രസ് എന്തിനാണ് കൂട്ടുനിന്ന് കൊടുക്കുന്നത് എന്നതായിരുന്നു എൻ്റെ മൂന്നാമത്തെ ചോദ്യം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ശ്രീ ജെയ്ക് സി തോമസ്, ഒരു മിനിറ്റ്. വടകരയിലേക്ക് ഷാഫി പറമ്പിൽ പോയത് അവിടെയുള്ള CPM-ന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനും അവിടെയുള്ള BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനുമാണ്. കാരണം CPM-ന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് KK ശൈലജ ടീച്ചർ എന്നുള്ള വ്യക്തിയെ ഞാൻ എടുക്കുന്നില്ല. CPM-ന്റെ പ്രതിനിധി അരിവാൾ ചുറ്റിയ നക്ഷത്രം എന്നത് വടകരയിലെ ജനങ്ങൾ ഭീതിയോട് കാണുന്ന ഒരു ചിഹ്നമാണ്. ആ ചിഹ്നം അവിടെ ഇല്ലാതാക്കാൻ
കോൺഗ്രസിനെ കഴിയൂ. അതുകൊണ്ട് അല്ല, അതിന് കോൺഗ്രസ്സുകാരും വടകരയിലില്ലേ? വടകരയിൽ വേറെ കോൺഗ്രസ്സുകാരില്ലേ? അല്ലെങ്കിൽ വേറെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒന്നും ഇല്ലേ? ഇപ്പുറത്തുള്ള ഒരു MLA തന്നെ അവിടെ പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ പാലക്കാട് ഉണ്ടാകുന്ന പ്രതിസന്ധി അതിനേക്കാൾ വലുതാണ്. അത് BJPക്ക് ഗുണമാണ് എന്നുള്ള ചോദ്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ചോദ്യം അവിടെ ഉണ്ട്.